ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ 2 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന റെസിപ്പിൻ്റെ പേരാണ് നമ്മുടെ ചപ്പാത്തി നൂഡിൽസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടണേ. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ വെളുത്തുള്ളി ചേർത്തോളൂ, ഇല്ലെങ്കിൽ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്താൽ മതി. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ നമുക്കിതിലോട്ട് കുറച്ച് നമ്മുടെ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അത് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്താൽ മതി. ഇനി നമുക്കിത് ഇവിടെ ഞാൻ ചപ്പാത്തി ഇതുപോലെ ഒരു 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അവർക്ക് ചപ്പാത്തിയൊക്കെ ബാലൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ രാവിലെ കൊടുത്തു വിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ ചപ്പാത്തി ഇതുപോലെ നല്ല നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്, നല്ല കളറൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപ്പിടുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചോളാം, കാരണം സോയാ സോസിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണേ, അതുകൊണ്ടാണ് പറഞ്ഞത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിയും ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഒലിവ് ഓയിൽ എടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് ബട്ടർ അതുപോലെ തന്നെ നെയ്യ് അതൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിലും മതി. നമ്മൾ ഒലിവ് ഓയിലോട് ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി, അതും അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.